അതൊരോരോ എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാ. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തൂ. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. രേണുസുതിയോട് മാപ്പ് പറഞ്ഞ് സോഷ്യൽ ലോകം. ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ വീഡിയോയാണ്. ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ, ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം, ഞാൻ പറഞ്ഞില്ല, ഇത് ഇപ്പോഴെങ്ങും വന്നല്ല, കുറെ വർഷം മുന്നേ ഈ ഒരു മുഴ വന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സത്യം രേണുസുതി വെളിപ്പെടുത്തിയത്. 15-ാം വയസ്സിൽ തുടങ്ങിയ മുഴ ഇപ്പോൾ ക്യാൻസറായി. ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ. രേണുസുതിയുടെ പുതിയ റീൽസ് വീഡിയോ പ്രേക്ഷകരുടെ കണ്ണ് നനയിപ്പിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായി തന്റെ തലമുടി ഫുൾ മുറിച്ച വീഡിയോയാണ് രേണു പങ്കുവച്ചിരിക്കുന്നത്. ക്യാൻസർ 3-ാം ഘട്ടം പിന്നിട്ട സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വളരെ വേഗത്തിലാണ് ചികിത്സ മുന്നോട്ടു പോകുന്നത്. ആദ്യ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് നിലവിൽ അതിന്റെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളും ക്ഷീണവും നേരിടുന്ന താരം വീട്ടിൽ വിശ്രമത്തിലാണ്. പാവം, ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിയവരൊക്കെ ഇപ്പോൾ ആശ്വാസവാക്കുമായി എത്തുന്നു. ഇങ്ങനെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. എന്നാൽ കിച്ചു ഇതുവരെ രേണുവിനെ കാണാൻ പോയിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സ്വന്തം അമ്മയല്ലെങ്കിലും ഈ അവസ്ഥയിൽ ഒന്ന് പോയി കാണണം. രേണുവിന് രോഗം സ്ഥിരീകരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങളും പരിഹാസങ്ങളും പതിവായിരുന്നു. എന്നാൽ രോഗവിവരം പുറത്തറിഞ്ഞതു മുതൽ ആളുകളുടെ സമീപനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്.